കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോഴാണ് വോട്ടർ പട്ടിക തയ്യാറാക്കിയത്. ആ സമയത്ത് എന്തുകൊണ്ട് ഒരു നേതാക്കളും ശബ്ദമുയർത്തിയില്ല? അന്ന് എല്ലാവരും കണ്ണടച്ച് നിശബ്ദരായിരുന്നിട്ട് ഇന്ന് മുറവിളി കൂട്ടുന്നതിൽ എന്തർത്ഥമാണ് ഉള്ളതെന്ന് കർണാടക മന്ത്രിയായ KN രാജണ്ണ ചോദിക്കുന്നു. അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ വോട്ടർ പട്ടിക വിവാദത്തിനെതിരെയാണ് ഇപ്പോൾ ശബ്ദമുയർത്തിയിരിക്കുന്നത്. ഇതോടെ രാഹുൽ ഗാന്ധി ഊതിപ്പെരുപ്പിച്ച വോട്ടർ പട്ടിക എന്ന വിവാദ ബലൂണിന്റെ കാറ്റഴിച്ചുവിടുകയാണ് ചെയ്തിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ പ്രതിപക്ഷ എംപിമാരെ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തു എന്ന വാർത്തകളും പുറത്തുവന്നു. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കളെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തത്. മാർച്ച് പോലീസ് നടത്തിയതിനെ തുടർന്നുകൊണ്ട് തന്നെ എംപിമാർ റോഡിൽ കുത്തിയിരിപ്പ് പ്രതിഷേധം നടത്തിയിരുന്നു. ഇതിനെല്ലാം പിന്നാലെയാണ് കർണാടക മന്ത്രി കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. കർണാടകയിൽ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കൺമുന്നിൽ തന്നെ നടന്നതാവും, അത് ശരിയായി നിരീക്ഷിച്ചില്ല എന്നതാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോഴാണ് വോട്ടർ പട്ടിക തയ്യാറാക്കിയതെന്നും എന്നാൽ കരട് പട്ടിക തയ്യാറാക്കിയ ഘട്ടത്തിൽ എതിർപ്പുകൾ ഉന്നയിക്കുന്നതിന് പകരം തന്നെ പാർട്ടി നേതാക്കൾ കണ്ണുകൾ അടച്ചുകൊണ്ട് നിശബ്ദരായിരുന്നു. മാത്രമല്ല, ഞങ്ങളത് നിരീക്ഷിച്ചില്ല എന്നത് ഞങ്ങൾക്ക് നാണക്കേടാണ്. കോൺഗ്രസ് സമയത്തിന് അത് എതിർപ്പ് പ്രകടിപ്പിച്ചില്ല എന്നും രാജണ്ണ ഇവിടെ സമ്മതിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇദ്ദേഹം ഒരു കോൺഗ്രസ് നേതാവ് കൂടിയാണ്. കോൺഗ്രസ് നേതാവും കർണാടക മന്ത്രിസഭയിലെ ഒരു മന്ത്രി കൂടിയായ വ്യക്തിയാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, രാഹുൽ ഗാന്ധിക്കെതിരെയും അതുപോലെ തന്നെ ഒരു കുറ്റസമ്മതം എന്നോണമാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഞങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ടായിരുന്നു. വോട്ടർ പട്ടിക പോലുള്ള വിഷയങ്ങളിൽ സമയബന്ധിതമായി തന്നെ പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മൾ എതിർപ്പുകൾ ഉന്നയിക്കാം, അല്ലെങ്കിൽ അത് ഉന്നയിക്കണമായിരുന്നു. സംസാരിക്കേണ്ട സമയത്ത് മൗനം പാലിച്ച് നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ചെയ്യുന്നത് എന്നതാണ് ഇപ്പോൾ രാജണ്ണ വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ അടുത്ത അനുയായിയായ രാജണ്ണ പ്രസ്താവന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന്റെ മുനയൊടിച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. അതേസമയം രാജണ്ണ പറയുന്നത് തെറ്റായിരിക്കില്ല എന്ന് കോൺഗ്രസ് MLA വ്യക്തമാക്കുന്നുണ്ട്. രാജണ്ണ പാർട്ടി താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്ന് DK ശിവകുമാറിന്റെ ക്യാമ്പിലെ അംഗങ്ങൾ ആരോപിക്കുന്നുണ്ട്. KN രാജണ്ണ സത്യം പറയുകയാണ് എന്നും അത് കോൺഗ്രസിനെ ലക്ഷ്യം വച്ചല്ല എന്നാണ് BJP സംസ്ഥാന പ്രസിഡന്റ് VY വിജയേന്ദ്ര വ്യക്തമാക്കിയിരിക്കുന്നത്. തോൽവിക്ക് ശേഷമുള്ള നിരാശയിൽ കോൺഗ്രസ് പാർട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. അതേപോലെ തന്നെ രാഹുൽ ഗാന്ധി ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതിന് പകരം തന്നെ രേഖാമൂലം പരാതികൾ സമർപ്പിക്കണമായിരുന്നുവെന്നും വിജയേന്ദ്ര ഇവിടെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം വോട്ട് അട്ടിമറി ആരോപണത്തിൽ രാഹുലിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയതിനെതിരെ ഇപ്പോൾ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ തന്നെ രംഗത്ത് വരുന്നുണ്ട്. രാഹുലിന് നോട്ടീസ് നൽകാൻ അവർ ആരാണ് എന്നതാണ് ശിവകുമാറിന്റെ ചോദ്യം. തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ രീതിയിൽ പ്രവർത്തിക്കാൻ അധികാരമില്ല എന്നും ശിവകുമാർ പറഞ്ഞു. അവർ ആരാണ് നോട്ടീസ് നൽകാൻ? ഞങ്ങൾ അവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഞങ്ങൾ നോട്ടീസ് നൽകാൻ അവകാശമുണ്ടെന്നും ഞങ്ങൾക്കൊരു നോട്ടീസ് നൽകാൻ അവർക്ക് ഒരധികാരവും ഇല്ല എന്നും ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ നിയമപരമായി തന്നെ വിജയിച്ചു. ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പ് നിയമമായി നടത്തണമെന്നും സ്വാതന്ത്ര്യവും അതുപോലെ നീതിയുക്തവുമായ ഒരു തിരഞ്ഞെടുപ്പ് നടത്താൻ ഞങ്ങൾക്ക് അവസരമുണ്ട്. എന്നാൽ ഞങ്ങൾക്കൊരു നോട്ടീസ് നൽകാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്നും അത് നിയമം വഴി ഉത്തരം നൽകുമെന്നാണ് DK ശിവകുമാർ പറയുന്നത്. രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡാറ്റ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ശല്യപ്പെടുത്തുകയും നോട്ടീസ് നൽകുകയും ചെയ്തിരിക്കുകയാണ് എന്നതാണ് കോൺഗ്രസ് MLA അവകാശപ്പെട്ട് രംഗത്ത് വരുന്നത്. അതേസമയം രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കാൻ സത്യവാങ്മൂലം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുലിന് കമ്മീഷൻ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. ഇതോടുകൂടി തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും വലിയ പ്രതിഷേധങ്ങൾക്ക് അത് കാരണമാവുകയും ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല, ഇതെല്ലാം ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളെ അടക്കം വലിയ രീതിയിൽ ചൊടിപ്പിച്ചിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു വസ്തുത. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.